ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീതുവിനെ പറഞ്ഞു പറ്റിച്ച് നീതുവിനെ കല്യാണം കഴിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുക. അങ്ങനെ ദേ അവിടെ വന്നു കഴിഞ്ഞപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. അമ്മ എന്നിട്ട് ഇങ്ങനെ 4 പാട് നോക്കുമ്പോൾ നിങ്ങൾ ആരെയും നോക്കണേന്ന് ചോദിച്ചു നീതു. ഞാൻ വാ നമുക്ക് തൊഴാം, ഞാൻ ഒന്നുമില്ല നീ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അവിടെ ചെന്ന് നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ ഹരീഷും തമ്മിലുള്ള കല്യാണം നടക്കാൻ പെട്ടെന്ന് സാധിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നീതു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദേ ഇന്നത്തോടു കൂടി ഈ കല്യാണം നടക്കണേ എന്നും പറഞ്ഞ് അമ്മ തൊട്ടരികിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അമ്മയും മോളും കൂടെ കല്യാണക്കാരും പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ദേ അച്ഛനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. അതിന് ശേഷം ദേ തിരുമേനി വന്നു, പ്രസാദമൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മുടെ നീതുവിനോട് ദീർഘസുമംഗലി ആയിരിക്കട്ടെ എന്നും പറഞ്ഞ് അനുഗ്രഹവും കൊടുത്തു. ആ സമയത്ത് നീതു ഇങ്ങനെ ഭയങ്കര സന്തോഷം. ഹരീഷായിട്ടുള്ള കല്യാണത്തെ പറ്റി പ്രാർത്ഥിച്ചതിന് നീ അനുഗ്രഹിച്ചല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാട്ടോ. അപ്പം അച്ഛതേ സമയമായി വാ എന്നും പറഞ്ഞുകൊണ്ട് അഖില് ഇവനെന്താ ഇവട്ടെ എന്ന് നീതു അന്നേരം ചോദിച്ചു കേട്ടോ. അപ്പം അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പം 3 പേരും കൂടെ എന്തോ പ്ലാൻ ചെയ്ത് വന്നതാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഇവരൊന്നും മിണ്ടുന്നില്ല. എന്താ എല്ലാം മാർഗം എനിക്ക് ചരടി ജപിച്ചു കേട്ടാൻ വല്ലതും ആണോ എന്നൊക്കെ ഇങ്ങനെ നീതി ചോദിക്കാട്ടോ ഇവരോട്. അങ്ങനെ കേട്ടാൽ ഞാൻ ഹരീഷിനെ മറക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദേ എൻ്റെ അടുത്ത് ഒരു മന്ത്രവും നടക്കാൻ പോകുന്നില്ല എന്നും അല്ല അമ്പലത്തിൽ വെച്ച് എന്നെ ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതില്ല, എനിക്ക് അത്ഭുതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതു ഇങ്ങനെ പറയാട്ടോ. ഇവരൊന്നും മിണ്ടുന്നില്ല. നിനക്ക് എന്തിൻ്റെ കേടാ പെണ്ണേ, നിനക്ക് ജപിച്ച് കേട്ടാൽ പോകുന്നു ഞങ്ങൾ പറഞ്ഞു ഇല്ലല്ലോ എന്നും പറഞ്ഞ അമ്മ. അമ്പലത്തിൽ വന്നാലും നിന്റെ വായ് വെറുതെ ഇരിക്കില്ലേ എന്നൊക്കെ ചോദിക്കാം. ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ ചോദിക്കാം. വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നീതുവിനെയും കൂട്ടിക്കൊണ്ട് ഇവർ പോണു. അവരെല്ലാവരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ആഹാ ദേ എല്ലാവരും ഉണ്ടല്ലോ, ചേട്ടൻ്റെ കല്യാണമാണോ, അത് കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് നീതു ഇങ്ങനെ പറയാട്ടോ. അല്ല പെണ്ണ് വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. എടാ ഇത് കുഴപ്പമാകൂടാ നമ്മ ഇങ്ങനെ ചോദിക്കാം. ഇവളാണ് പെണ്ണെന്നറിഞ്ഞ് ഇവൾ ഓടിപ്പോകുന്നോ തോന്നണേ. ഏയ് അമ്മ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അഖിൽ ഇങ്ങനെ പറയുന്നു. നീതു നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം? നീ ഒന്ന് കൂടെ വാ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ അഖിൽ വിളിക്കാം. അപ്പം ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പാവം നീതു ഇങ്ങനെ അഖിലിൻ്റെ കൂടെ പോവുക. കല്യാണ ചെറുക്കൻ അന്തം വിട്ട് നോക്കി നിൽക്കുക. അപ്പം നിന്റെ കൂട്ടുകാരൻ്റെ കിളി പോയിരിക്കണം, നോട്ടം കണ്ട അങ്ങനെ തോന്നുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നീതു അഖിലിനോട് പറയുന്നു. അപ്പോൾ അവിടെ നീതുവിൻ്റെ കല്യാണം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. അതിനുള്ള പരിപാടികളൊക്കെ അവർ ഒപ്പിച്ച് പ്ലാൻ ചെയ്ത് നടക്കുന്നു. ഈ സമയത്ത് ഇവിടെ ഇവരെല്ലാവരും, അതായത് നമ്മുടെ സുഭാഷിന് വേണ്ടിയിട്ട് അവരെല്ലാവരും കാവടി എടുത്ത് ശൂലം കുത്താനൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ നടക്കുക. അപ്പോൾ എല്ലാവരും തൊഴുത്ത് പ്രാർത്ഥിച്ച് നിൽക്കുന്നു. നമ്മുടെ സുധീഷ് ശൂലം കുത്താനായിട്ട് നിൽക്കുന്നു, ബാക്കിയുള്ളവർ കാവടി എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ സുധീഷിനാണെങ്കിൽ ഭയങ്കര പേടി. എല്ലാവരും പ്രാർത്ഥനയും വഴിപാടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എല്ലാവരും ഭയങ്കര എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയിലാണ്. അങ്ങനെ ഹരഹരോ ഹരഹര എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷിനുള്ള ശൂലം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഈ ശൂലം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സുധീഷിൻ്റെ കിളി പോയി. സുധീഷിന് പേടിയായി, അതുപോലെ തന്നെ സുഭാഷിനും പേടിയായി. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ സുധീഷിനെ ശൂലം കുത്തുന്ന ആ ഒരു ഇത് അപ്പോഴത്തേക്കും നിധിക്കൊക്കെ ഭയങ്കര എല്ലാവരും ഭയങ്കര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ നികേഷും ഹരീഷൊക്കെ കണ്ണടച്ചിങ്ങനെ പിടിക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ സുധീഷിൻ്റെ ചുണ്ടിൽ അവർ ശൂലം കുത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും പേടിയായി. എല്ലാവരും കണ്ണടച്ച് ഭയങ്കര പ്രാർത്ഥനയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ശൂലം കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ശൂലവും കുത്തി നമ്മുടെ സുധീഷ് ആ അമ്പലത്തിന് ചുറ്റിനും ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കാവടി എടുത്ത് സുധീഷിനൊപ്പം പ്രാർത്ഥിച്ച് ഇങ്ങനെ പോവുകയാണ്. ആ തിരുമേനിയും കൂടെ ഉണ്ട്. സുധീഷ് എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷ് സുഭാഷിന് വേണ്ടി ശൂലം കുത്തി ഇങ്ങനെ അതിൽ നടക്കുകയാണ്, ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നീതുവിനെയും അതുപോലെ നീതുവിൻ്റെ ഫാമിലിയെയുമാണ്. അപ്പം അമ്മ നോക്കും, നീതു ഞങ്ങളോട് നിനക്ക് ഇത്തിരിയെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ നീ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ അമ്മ പറയുന്നു. അതിന് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നും അല്പം പോലും അതെനിക്കിപ്പോൾ ഇല്ല എന്ന് നീതു ഇവരോട് പറയാം. അപ്പോഴും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. എപ്പം മുതൽ നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്യാൻ ആരംഭിച്ചോ അപ്പം മുതൽ അത് പോയി കഴിഞ്ഞെന്നും നീതു ഇങ്ങനെ ഇവരോട് പറയുന്നു. ഇവർക്ക് അന്നേരത്തേക്കും ദേഷ്യവും വരുന്നുണ്ട്. വെറുതെ ഡ്രാമ കളിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പം ദേ നീ നോക്ക്, പ്രേമിന് ഇപ്പം കല്യാണം നടക്കാൻ പോവുക, അടങ്ങി ഒതുങ്ങി നിന്നോളെന്ന് പറയും. അപ്പോൾ പ്രേമിന് കല്യാണം നടന്നാൽ എന്താ, നടന്നില്ലെങ്കിൽ എന്താ, എന്നോട് എന്താ പറയുമെന്ന് അത് നിങ്ങൾ പറയാൻ നീതു ഇവരോട് പറയുന്നു. അപ്പോൾ മനസ്സിലാകുന്നത് പോലെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അച്ഛൻ. അപ്പോൾ ദേ നോക്ക്, ഈ കല്യാണം കാണാനാണ് എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നത്. പ്രേമിൻ്റെ കല്യാണമാണ്, നീ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നേനല്ലോ എന്ന് നീതു പറയാം. അപ്പോൾ ദേ ഇവർ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അമ്മയ്ക്ക് ഭയങ്കര പേടി. അല്ല പെണ്ണും വീട്ടുകാരൊന്നും ഇതുവരെ വന്നിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോഴും നീതുവാണെന്ന് നീതുവിന് അറിയില്ല. അപ്പം നീ തന്നെയാടി ഈ പെണ്ണ്, നിനക്കും പ്രേമനും ഇവിടെ കല്യാണം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നീതു ഒരൊറ്റ ചിരി. അപ്പോൾ ഇവരന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ഇവരിങ്ങനെ അന്താളിപ്പോട് കൂടി നിൽക്കുമ്പോൾ എന്തിനാടി നീ ചിരിക്കണേന്ന് ചോദിച്ചു അമ്മ. അവൻ പറഞ്ഞ സത്യമാണ്, പ്രേമിൻ്റെ നിൻ്റെ കല്യാണം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളും തന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചു. അപ്പം അതേടി കളിയാക്കുക തന്നെയാടി, കല്യാണത്തിൻ്റെ പേരിലാണല്ലോ കളിക്കാൻ നിൽക്കുന്നത്.
ദേ നീ ആദ്യം ചിരി നിർത്തി കാര്യം മനസ്സിലാക്കാൻ അമ്മ മോളോട് പറഞ്ഞു കൊടുക്കുന്നു. അന്നേരം അച്ഛൻ, നീതു എന്ത് സംഭവിച്ചാലും നിന്നെ ആ കിളിക്കൂട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് അച്ഛനും പറഞ്ഞു. അപ്പം നീതു ഇങ്ങനെ നോക്കുക, അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ നാട്ടിൽ തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല, നിന്റെ ചേട്ടൻ്റെ ജീവിതത്തെ പോലും അത് ബാധിക്കുമെന്നും അച്ഛൻ പറയണം. അപ്പോൾ ഈ മരപ്പൊട്ടൻ്റെ ജീവിതം എങ്ങനെയായാലും എനിക്കെന്താണെന്ന് ചോദിച്ചപ്പോൾ ഗഡിയെന്ന് പറഞ്ഞുകൊണ്ട് അഖില ഇടിക്കാൻ വന്നു. പോടാ, ഇത് അമ്പലം ബഹളം വയ്ക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നവൻ നിങ്ങൾ കേട്ടില്ലെന്ന് ചോദിച്ചുകൊണ്ട് അഖില അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെടുന്നു. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ പെടുത്താനുള്ള പരിപാടിയായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം അതെ, ഞങ്ങളെല്ലാവരും കൂടെ നിന്നെ കെട്ടിക്കാൻ പോവാം, അന്ന് മണ്ഡപത്തിലിരിക്കാൻ പറഞ്ഞു അമ്മ. നാണമില്ല നിങ്ങൾക്കത് പറയാൻ? അറിയാലോ, ഞാൻ നിങ്ങൾക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് വരെ കൊടുത്തതാണ്, എന്നിട്ടാണോ എന്നെ നിർബന്ധമായിട്ട് കല്യാണം കഴിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ഒരു കോള് വിളിച്ചാൽ മതി, നിങ്ങൾ 3 പേരും അകത്താവും, കാണണമെന്ന് ചോദിച്ചു നീതു ഇവരോടെ. അപ്പോഴത്തേക്കും ഈ അഖിലിങ്ങനെ നോക്കുക, മാതാപിതാക്കളെ ജയിലിൽ കയറ്റുന്ന പേരുദോഷം വേണ്ടല്ലോ എന്ന് കരുതി മിണ്ടാതിരിക്കുമ്പോൾ ഇങ്ങനെ ചതിക്കാൻ നോക്കുന്നു എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നീതു ഫോൺ എടുത്ത് അവരെ വിളിക്കാൻ നോക്കും. അപ്പോഴത്തേക്ക് ഈ അഖിൽ നീതുവിൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചപ്പം നീ എന്ത് കാണിച്ചാലും ഇതുപോലത്തെ പണിക്കൊന്നും എന്നെ കിട്ടത്തില്ല, എന്താ നിങ്ങൾ വിചാരിച്ചത് രഹസ്യമായി എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ കല്യാണം നടത്തി വെക്കാൻ ഞാൻ നിങ്ങളെ മണ്ടിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നീതു ഇവരോട് ചോദിക്കുക. മോളെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, നമ്മുടെ വീടിൻ്റെ അന്തസ്സൊക്കെ നോക്കണ്ടേന്ന് അച്ഛൻ. പിന്നെ സ്വന്തമായി വീടില്ലാത്തവൻ്റെ അന്തസ്സല്ലേ, അതിലും അന്തസ്സേ ഹരീഷിൻ്റെ വീട്ടുകാർ കൊണ്ടെന്ന് പറഞ്ഞു നീതു. ഞാനേ എൻ്റെ കാര്യം നോക്കി പോവുകയാണെന്ന് പറഞ്ഞ് നീതു അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അഖില്, നീ അങ്ങനെ എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞു. വിടറാ, അപ്പം നീ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാനും നിൻ്റെ അമ്മയും പിന്നെ ജീവനോട് ഇരിക്കില്ല. അപ്പം ആയിക്കോട്ടെ, നല്ലതിന് വിഷം വേണമെങ്കിലേ ഞാൻ കൊണ്ട് തരാമെന്ന് പറഞ്ഞു നീതു അച്ഛനോടും അമ്മയോടും. അന്നേരം ഈശ്വര, അമ്പലത്തിൽ വെച്ച് നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് അമ്മ, അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറയാൻ അതെന്താ, അതൊരു തെറ്റല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് നാടകം വേണമെങ്കിലും കളിച്ചോ, പക്ഷെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് എൻ്റെ ജീവിതമാണ്, അതെങ്ങനെ വേണമെന്ന് എനിക്കറിയാം, ഇത് വെച്ച് കളിക്കാൻ ഞാൻ ആരും അനുവദിക്കില്ല എന്നും നീ ഇത് പറയാണ്. അതൊക്കെ കേട്ടപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, നീ ഇവിടെ വെച്ച് പ്രേമം നിന്നെ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നീ ഞൊട്ടും, നിന്റെ പ്രേമന് ആരെ കൊണ്ടെങ്കിലും കെട്ടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ തന്നെ അങ്ങ് കെട്ടിക്കോളാൻ പറഞ്ഞു നീതു അഖിലിനോട്. വെറുതെ ശാഠ്യം പിടിക്കാൻ നിൽക്കരുത്, ഈ കല്യാണത്തിന് സമ്മതം അല്ലെങ്കിലും ഞങ്ങൾ 3 പേര് നിനക്ക് ആരും ആയിരിക്കില്ല, നീ ഓർത്തോളാൻ പറഞ്ഞു. അതിപ്പോഴും അങ്ങനെ തന്നെ അല്ലേ എന്ന് നീതു ചോദിക്കാം. അതുകൊണ്ടല്ലേ നിങ്ങൾ എത്ര ഒരു വൃത്തികേട് എന്നോട് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് നീതു. ഇവളോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നീതുവിനെ ഉന്തി തള്ളി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും കേട്ടോ, പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നിർത്തുന്നു. അപ്പം നീതുവിനെ മണ്ഡപത്തിൽ അവിടെ കൊണ്ടിരുത്തിയപ്പം ഇവർക്കോ വെളിവില്ല, നിങ്ങൾക്കും അങ്ങനെ ആയോ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഹരീഷിന് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ചോദിച്ചു. അപ്പോൾ വാ ഇടക്കടി എന്നും പറഞ്ഞുകൊണ്ട് നീതു ഒച്ച വെക്കുന്നു കേട്ടോ. നീതു എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഈ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഓ അത് ശരി, എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വന്ന് നിൽക്കാൻ നാണമില്ലേ ചേട്ടാ നിങ്ങൾക്ക് എന്നൊക്കെ നീതു ഇയാളോട് ചോദിക്കുന്നുണ്ട്, ഈ പ്രേമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട്. ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. ചാന്ദന കളർ ഷർട്ടും ഡബിൾ മുണ്ടും ഇട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പം നിന്നോട് നിർത്താനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഖില് പിന്നെ അവിടെ ഭയങ്കര സീനായി കേട്ടോ. ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, അങ്ങനെ ആരും വിചാരിക്കാൻ വേണ്ടാന്നായി. പിന്നെ നീതു അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഹരീഷ് ഇപ്പോൾ ഒന്ന് വിളിച്ചാൽ ഞാൻ അപ്പോൾ പോകുമെന്നൊക്കെ നീതു ഇങ്ങനെ ഇവരോട് പറയുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കലി കൂടുക. ഒരു തവണ ഞാൻ വീട് വിട്ട് പോയത് അറിയോ നിങ്ങൾക്കെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത്. അപ്പോഴത്തേക്ക് ഈ പ്രേമെന്ന് പറഞ്ഞ പുള്ളി നോക്കി ഇങ്ങനെ നിരിക്കുക. അപ്പോൾ മുഹൂർത്തമായി താലി കിട്ടുന്ന ചടങ്ങിലേക്ക് പോകാമെന്ന് തിരുമേനി. ആ സമയം താലിയോ എൻ്റെ കഴുത്തിലോ പൂജാരി തന്നെ കെട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നീ പൂജാരി അന്തം വിട്ടിങ്ങനെ നോക്കുക. നീ ഇത് ഒരു വാക്കിന് പോലും വിട്ടു കൊടുക്കുന്നുമില്ല. എൻ്റെ ചേട്ടനെ കണ്ട നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. അയ്യോ ആ പ്രേമെന്ന് പറഞ്ഞ ചെറുക്കൻ ആകെ നാണം കെട്ടിങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. ഓട്ടം ഇരിക്കടി എവിടെയെന്നും പറഞ്ഞോണ്ട് അമ്മ ഞാൻ ഓട്ടങ്ങാൻ പോകുന്നില്ല, കല്യാണത്തിൽ നിന്ന് തരാനും പോണില്ല എന്ന് നീതു. എനിക്ക് പോകണമെന്ന് പറഞ്ഞ് നീതു പോകുമ്പോഴത്തേക്കും നീതുവിനെ പിടിച്ച് വലിച്ച് അവർ കൊണ്ടുവന്ന മണ്ഡപത്തിൽ ഇരുത്തുക. അപ്പം നീ കെട്ടിക്കോ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ തിരുമേനി അവിടെ നിന്ന് എന്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. നീതു ആണെങ്കിൽ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഭയങ്കര ഒച്ച വെക്കുക നീതു. അപ്പോൾ ഒന്ന് നിർത്തിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് നീതു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പം ഇപ്പോഴാണ് എനിക്ക് മാങ്കല്യം തുന്തനാനേനെ ആയതെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരവിടെ നിന്ന് പറഞ്ഞു. ഈ പ്രേമം അന്നേരത്തേക്ക് ആകെ ഇതായിട്ടിരിക്കാം. താലി കെട്ടടാ പ്രേമേ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് അഖില് ദൈവമേ ഇപ്പം താലി കെട്ടു എന്നുള്ള പേടിയിൽ നമ്മുടെ നീതു ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ നീതു എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഇയാൾ താലി കെട്ടാൻ കഴുത്തേലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഐ എം പ്രഗ്നന്റ് എന്നൊരു വാക്കും കൂടെ നമ്മുടെ നീതു അങ്ങ് പറഞ്ഞു. എല്ലാവരും ഞെട്ടി അന്തം വിട്ടിങ്ങനെ നോക്കുക. കൊണ്ടുവന്ന താലിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം നീതു ഈ പ്രേമെന്ന് പറഞ്ഞ ചെറുക്കനോട് പറഞ്ഞു. താലിയും പിടിച്ച ആ ചെറുക്കനായ ഇരിപ്പ് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്നു. ഞാൻ 2 മാസം ഗർഭിണിയാണെന്ന കാര്യം നമ്മുടെ നീതു പറയാം കേട്ടോ. അമ്മയും അച്ഛനും ആങ്ങളെയൊക്കെ നടുങ്ങി ഇങ്ങനെ നിൽക്കുക. അയ്യോ
അപ്പം ഇത് നുണയാ മോനെ, അവൾ വെറുതെ പറയുന്നതെന്ന് പറഞ്ഞപ്പം അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഹരീഷിന്റെ കുഞ്ഞിലെ എൻ്റെ വയറ്റിലുള്ളത്, ഞാൻ 2 മാസം പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. കള്ളം, പച്ചക്കള്ളമെന്ന് അമ്മ. കല്യാണം നടത്താൻ വേണ്ടി നുണ പറയുന്നതാ നീ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പ്രേമിന്റെ മനസ്സ് മാറി. മോളെ ഇത് നിന്റെ ജീവിതം, കളിക്കരുതെന്ന് പറഞ്ഞപ്പം അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇത് എൻ്റെ ജീവിതമാ, ഇത് വെച്ച് നിങ്ങളും കളിക്കരുതെന്ന് നമ്മുടെ നീതു. അഖില് ദേ കിടക്കുന്നു, പെട്ടു. വേണമെങ്കിൽ ആശുപത്രി പോകാം, സ്കാൻ ചെയ്യാം. എന്താ ചെയ്യണോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അയ്യോ എടി മഹാഭാബി, നീ എന്താടി ചെയ്തതെന്ന് ചോദിച്ചോണ്ട് അമ്മ. അപ്പൊ പേടിക്കണ്ട, ഹരീഷ് എന്നെ തന്നെ വിവാഹം കഴിച്ചോളൂ എന്ന് നമ്മുടെ നീതു. അത് കേട്ടപ്പോഴത്തേക്കും ഇനിയും നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കണോ പറ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീതു ആ ചെറുക്കനോട് ചോദിക്കാം. അന്നേരം അഖിലേ, അപ്പൊ ബൈ 1 ഗെറ്റ് 1 പാക്കേജ് ആയിട്ടേ എനിക്കൊരു കല്യാണം വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അയാൾ അങ്ങ് എഴുന്നേറ്റ് പോവാം. കട്ടയ്ക്ക് കൂടെ നിന്ന് ചങ്ങനെ ചതിക്കാൻ നോക്കിയല്ലേ, ഇത് ശരിയല്ല അഖിലെന്ന് പറഞ്ഞു കൂട്ടുകാർ അഖിലിനെ ഉപേക്ഷിച്ച് അങ്ങ് പോയി. എടാ പ്രേമ, ഞാൻ പറയുന്നത് കേൾക്കടാന്ന് പറഞ്ഞ് പിന്നാലെ ഓടും. അവരവരുടെ ജീവനും കൊണ്ട് ഓടി. ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ കരച്ചിലായിരുന്നു അമ്മ. അയ്യോ നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചല്ലോടി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര കരച്ചിൽ. അച്ഛനും ആകെ നിസ്സഹായനായിട്ട് അവിടെ നിൽക്കുന്നു. ഏതായാലും രക്ഷപ്പെടാൻ വേണ്ടി നീതു പറഞ്ഞത് ഏറ്റു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് അവിടെ നിന്ന് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുക. വേദന കൊണ്ടേ എടാ സുധീഷ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ വേദന ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുക. അപ്പം നിധി സുധീഷെ വേദനിക്കുന്നുണ്ടോ? ഒട്ടും വേദനിക്കുന്നില്ല, സോറി, ഒരു നല്ല കാര്യത്തിനല്ലേന്ന് വിചാരിച്ചിട്ടാ ഞാൻ. അത് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഹരീഷ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ദേ കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, എല്ലാവരോടും അമ്പലത്തിന് മുന്നിലോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് വന്നു. ഇപ്പം അങ്ങനെ ഇവരെല്ലാവരും കൂടെ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും കോമരത്തിൻ്റെ ദേഹത്ത് ദേവി വന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ദേ ഇങ്ങനെ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആ വാളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കോമരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ്, ദേവി ദേവി എന്ന് വിളിച്ച്. അപ്പം അവസാനം അമ്മയുടെ സന്നിധിയിൽ എത്തിയല്ലേ എന്നൊക്കെ ഇവരോട് ചോദിക്കുമ്പോൾ സുഭാഷൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ പേടിയോടെ നോക്കുക. ഇനിയെല്ലാം നന്നായി വരും, എല്ലാ തടസ്സങ്ങളും നീങ്ങുമെന്നും ഒക്കെ അമ്മ ആയിരുന്നു ഇങ്ങനെ പറയുന്നത്. അതൊക്കെ കേട്ടപ്പോൾ ലളിത പുച്ഛ ഭാവത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ദേ ഇനി മാസത്തിൽ ഒരിക്കലെങ്കിലും അമ്മയെ വന്ന് കാണണമെന്നൊക്കെ പറയുന്നു ആ കോമര ഇവരോട്. നടക്കാതെ പോയ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് പ്രാർത്ഥനയോടെ ഇവരെ ഇരിക്കാം. ഇനി എന്തെങ്കിലും അമ്മയോട് ചോദിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നിധി ചാടി കയറി. അതുതന്നെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കും എന്ന് അറിയാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ലളിതയ്ക്ക് പുച്ഛം, തടസ്സങ്ങളെല്ലാം മാറിയിട്ടുണ്ടെന്നും. അപ്പോൾ ലളിതയ്ക്ക് പേടി, നടക്കാതെ പോയ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ലളിത ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക, പേടിച്ചു പോയി. നടന്നിട്ട് ഉറക്കാതെ പോയ കല്യാണം ഉറക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷിന് ലഡ്ഡു പൊട്ടി. നിധി അത് മനസ്സിലായില്ല. കുടുംബത്തിൽ മുഴുവൻ ഇനി ഐശ്വര്യം നിറയാടും, ഒരു സംശയം വേണ്ട, അമ്മ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയാം. അതിപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. സുധീഷിൻ്റെ ഒരു വേദനയൊക്കെ ഏത് വഴിക്ക് പോയെന്ന് പോലും അറിയില്ല. അങ്ങനെ എല്ലാവർക്കും പൂവൊക്കെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് എല്ലാവരെയും അനുഗ്രഹിച്ച് ഇങ്ങനെ കോമര അവിടെ നിന്ന് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഭാഷും അതുപോലെ ചാന്ദിനിയും കൂടെ അതിലിങ്ങനെ നടക്കുന്നു. ഒരു വഴിയിലൂടെ ഇങ്ങനെ രണ്ടുപേരും നടക്കുകയാണ്. ആ സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ ചിരിച്ച് കളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധീഷ് മുറിവേൽ ഇങ്ങനെയൊക്കെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുക. എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പോഴത്തേക്ക് നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വന്നു. സുധീഷ് അന്നേരം ഇവിടെ ഇങ്ങനെ തിരുമി ഇങ്ങനെ തൂത്തും കാറ്റൊക്കെ അടുപ്പിച്ചൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പം നിധി വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ വായ കൊണ്ട് എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇവിടെ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇപ്പോൾ വേദനയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഒട്ടും ഇല്ല. അപ്പം നീതി വന്ന സുധീഷിനെ ഇങ്ങനെ തൊട്ട് നോക്കി വേദന ഉണ്ടോന്ന്. സുധീഷിനെ ഇതൊക്കെ കണ്ടിട്ട് അന്താളിപ്പോൾ സുധീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കട്ടോ. അപ്പോൾ ഒരു ചെറിയ പാടേ ഉള്ളൂ, അങ്ങനെ അറിയത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അത് ഞാനിന്ന് പേടിച്ചു. ഇപ്പം കുഴപ്പമില്ല എന്ന് സുധീഷ് നിധിയോട് പറയാം. അപ്പം നിധി വന്ന് സുധീഷിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ അവിടെ കവിളിൽ പൊത്തുന്ന ഭസ്മത്തിനും പഞ്ഞിപ്പൊടിക്കും പ്രത്യേക ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് മാറില്ലല്ലോ. അതെ എന്നാലും സാരമില്ല, സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ടല്ലേ, കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ പറയാം. സുഭാഷ് ഏട്ടന് വേണ്ടി നിധിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയത് എന്തായാലും നന്നായിട്ടോ എന്ന് പറഞ്ഞു. അപ്പം അതെന്താന്ന് ചോദിച്ചു. അല്ല, എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറി കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ പറയണു. അതിനുശേഷം ഇവരിങ്ങനെ ചുമ്മാ നടക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. ഇപ്പോഴോ? നമുക്ക് ചുമ്മാ ഇങ്ങനെ കറങ്ങിയിട്ട് വരാം, പോവാന്ന് പറഞ്ഞു. ശരി, അപ്പം നമുക്ക് ഈ സൈക്കിളിൽ പോവാന്ന് പറഞ്ഞു. സൈക്കിളിലോ? എനിക്ക് സൈക്കിളിൽ പോയി പരിചയമില്ല എന്ന് നിധി പറഞ്ഞപ്പോൾ അയ്യോ അതൊക്കെ ഞാൻ കഴിച്ചാൽ ഇയാൾ വാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി സൈക്കിളിൽ കയറിന്ന് പോകാൻ നോക്കുക. അപ്പോഴത്തേക്ക് നികേഷ് ഹരീഷും കൂടെ വന്നു. നോക്കി രണ്ടും കൂടെ പോണോ നോക്കി. അമ്പൊട്ടി കൊള്ളാമല്ലോ എന്നും പറഞ്ഞു നമ്മുടെ ഹരീഷ. എവിടേക്കാണ് അവർ രണ്ടുപേരും കൂടെ പോണേ എന്നും പറഞ്ഞിങ്ങനെ. അത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോണു. അപ്പം അങ്ങനെ ആ ഒരു
വർത്തമാനമൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകണം. ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.